പോലീസിൽ കായിക താരങ്ങൾക്ക് അനധികൃത നിയമനം നടത്താൻ ശ്രമിച്ച ADGPയെ ആ ചുമതലയിൽ നിന്ന് മാറ്റി. ADGP MR അജിത് കുമാർ ആയിരുന്നു പോലീസിലെ കായിക താരങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ചുമതല വഹിച്ചിരുന്നത്. പോലീസിലെ സ്പോർട്സ് ഓഫീസർ അദ്ദേഹമായിരുന്നു. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ഒരു വോളിബോൾ പ്ലെയറെ നിയമിക്കാൻ ശ്രമിച്ചുവെന്നും അത് സിവിൽ പോലീസ് ഓഫീസർ റാങ്കിൽ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാൻ ശുപാർശ ചെയ്തു എന്നാണ് വരുന്നത്. മറ്റ് രണ്ടുപേരെ അവർ ബോഡി ബിൽഡേഴ്സാണ്. അവരെ രണ്ടുപേരെ ഇൻസ്പെക്ടർ റാങ്കിലേക്ക് ആംഡ് പോലീസിൽ എടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നാണ് ആരോപണം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്പോർട്സിന്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹം സ്വയം രാജിവെച്ചു. ആ ചുമതലയിൽ നിന്ന് നീക്കിയെന്നും പറയുന്നു. എന്തായാലും അദ്ദേഹത്തിന് സ്പോർട്സിന്റെ ചുമതല ഇപ്പോഴില്ല. കേരള പോലീസിൽ പല ആൾക്കാരെയും, ഇന്റർനാഷണൽ ആയ ആൾക്കാരെയും, ഇന്ത്യയിൽ തന്നെ സ്പോർട്സിന് പ്രാവീണ്യം സിദ്ധിച്ച പല മലയാളികൾക്കും കേരള പോലീസിൽ ആംഡ് പോലീസിൽ അവർക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ട്. ലോക്കൽ പോലീസിൽ തീർച്ചയായിട്ടും PSC കൂടെ മാത്രമേ വന്നേ ഒരു സബ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഒരു സിവിൽ പോലീസ് ഓഫീസർ ആകാൻ കഴിയുള്ളൂ. ഗവൺമെന്റിന് കായികമേലെ പ്രാവീണ്യം തെളിയിച്ചവരെ പോലീസിലെ ആംഡ് പോലീസിലാണ് അവരെ തെരഞ്ഞെടുക്കുന്നത്. റിസർവ് പോലീസാണ്. അക്കൂടെ കേരളത്തിലെ ഒരു കാലത്ത് ഇന്ത്യയിലെ വോളിബോളിന്റെ തലപ്പത്തുണ്ടായിരുന്ന ജിമ്മി ജോർജിനെ ഇൻസ്പെക്ടറായിട്ട് അന്ന് തെരഞ്ഞെടുത്തു. ആംഡ് പോലീസിലാണ് തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ജിമ്മി ജോർജിന്റെ ജ്യേഷ്ഠൻ ജോസ് ജോർജിനെയും വോളിബോളിലെ തന്നെ പ്രാവീണ്യം സിദ്ധിച്ച ഗോപിനാഥിനെയും കേരള പോലീസിലെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് അന്ന് തിരഞ്ഞെടുത്തു. അവര് ജോസ് ജോർജും ഗോപിനാഥനും പിന്നീട് ഇൻസ്പെക്ടറായിട്ട് അവരെ തിരഞ്ഞെടുത്തതായിട്ട് ഗവൺമെന്റ് ഉത്തരവിറക്കി. അവരെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ നിന്ന് തിരഞ്ഞെടുത്തത് ക്യാൻസൽ ആവുകയും ചെയ്തത് വളരെ വിവാദമായിരുന്നു. എന്തായാലും അവര് പ്രൊമോഷൻ കിട്ടി SP റാങ്ക് വരെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് IPS കൺഫർ ചെയ്ത് കൊടുത്തു. അങ്ങനെ ജോസ് ജോർജും ഗോപിനാഥും IPS റാങ്കിൽ കൺഫർ ചെയ്ത് വന്ന ശേഷം അവര് IGPയുടെ റാങ്ക് വരെ എത്തുകയും ചെയ്തു. IPS കൺഫർ ചെയ്തപ്പം അത് ലോക്കൽ പോലീസിന് ഉള്ളതാണ്, അത് ആംഡ് പോലീസിലുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ല. എങ്കിലും രണ്ടുപേർക്ക് അന്നത്തെ ഗവൺമെന്റ് IPS കൊടുത്തു. അത് പിന്നീട് സുപ്രീം കോടതി അങ്ങനെ ഇനി ആർക്കും ആംഡ് പോലീസിലുള്ളവർക്ക് IPS കൊടുക്കാൻ പാടില്ല എന്ന് വിധി വന്നു. അതിനുശേഷം പിന്നീട് ആർക്കും കൊടുത്തിട്ടുമില്ല. ഇവര് രണ്ടുപേരും കേരള പോലീസ് IG റാങ്ക് വരെ എത്തിയവരുമാണ്. ജോസ് ജോർജിന്റെ ബ്രദർ അനിയൻ ജിമ്മി ജോർജ് ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയർ ആണ്. അദ്ദേഹം പിന്നീട് ഇൻസ്പെക്ടർ ആയിരിക്കെ തന്നെ അദ്ദേഹത്തിന് അകാല ചരമം അടഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നീട് കേരള പോലീസിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലോ തുടർച്ചയായിട്ട് ഇരിക്കാത്തതുകൊണ്ട് മറ്റു റാങ്കിലേക്ക് പ്രൊമോഷൻ കൊടുത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം കേരള പോലീസിൽ പല റാങ്കിലും സ്വിമ്മിങ്ങിലും അത്ലറ്റിക്സിലും ഫുട്ബോളിലും വോളിബോളിലൊക്കെ പ്രാവീണ്യം സിദ്ധിച്ചവരെ എടുത്തിട്ടുണ്ട്. ധാരാളം പേര് SP റാങ്ക് വരെ വന്ന് റിട്ടയർ ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും ഉന്നതരായ പലരും കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടറായിട്ട് ആംഡ് പോലീസിൽ കയറിയിട്ടുണ്ട്. അപ്രകാരം കയറിയ ഒരാളാണ് IM വിജയൻ. IM വിജയൻ ഇപ്പം ഒരു ആംഡ് പോലീസിലെ ഡെപ്യൂട്ടി കമാൻഡന്റിന്റെ റാങ്കിൽ വരെ എത്തിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. ഏതായാലും പോലീസിലെ സ്പോർട്സ് കോട്ടയിലെ പല ആൾക്കാരെയും നിയമിച്ചിട്ടുണ്ട്. ഞാൻ സ്പോർട്സ് കോട്ടയിൽ പ്രാവീണ്യം തെളിയിച്ചെങ്കിലും ഞാൻ ഓപ്പൺ മെറിറ്റിലെ ലോക്കൽ പോലീസിലെ PSC റിക്രൂട്ട് ചെയ്ത് വന്ന ആളാണ്. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ സ്പോർട്സിൽ കൂടെ വന്നതാണ്. അല്ല, ഞാൻ LLB കഴിഞ്ഞ ശേഷം PSC ടെസ്റ്റ് കഴിഞ്ഞ് സബ് ഇൻസ്പെക്ടറായിട്ട് പോലീസിൽ റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് PSC സെലക്ട് ചെയ്ത് വന്ന വ്യക്തിയാണ്.
ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ പ്രശ്നത്തില് ഒരു 2 ബോഡി ബിൽഡേഴ്സിനെയും ഒരു വോളിബോൾ താരത്തെയും എടുക്കാനാണ് ADGP ശ്രമിച്ചത്. എന്തായാലും സ്പോർട്സിലെ പ്രാവീണ്യം തെളിച്ചവരെ പലരെയും പോലീസിൽ എടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. അവിടെ ആംഡ് പോലീസിൽ തന്നെ അവർക്ക് ജോലിയും കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം വിവാദമായിരിക്കുന്ന ADGP അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പല ചെയ്തികളും വഴിവിട്ട് സഞ്ചരിച്ചതാണ് എന്നാണ് പൊതുവെ ആക്ഷേപം വന്നിരിക്കുന്നത്. എന്തായാലും പോലീസിലെ പല ആൾക്കാരെയും റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പലർക്കും സമയത്ത് പ്രൊമോഷൻ കിട്ടിയില്ല ആരോപണമുണ്ട്. റെഗുലറായിട്ട് PSC വഴി റിക്രൂട്ട് ചെയ്യുന്നവരുടെ മുകളിൽ ഇവരെ പ്രതിഷ്ഠിക്കുന്നതിന് ലീഗലായിട്ട് സർവീസ് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലും കാറ്റിലൊക്കെ ധാരാളം കേസുകൾ ഇന്നും നിലവിലുണ്ട്. കാരണം സ്പോർട്സുകാരെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നോർമലായിട്ട് പ്രൊമോട്ട് ചെയ്ത് വരുന്ന അവർക്ക് കിട്ടാനുള്ള പല അർഹതപ്പെട്ട പോസ്റ്റുകളും നഷ്ടപ്പെടുന്നു എന്നാണ് പൊതുവായ ആക്ഷേപം. ധാരാളം കേസുകൾ ഹൈക്കോടതിയിൽ അത് സുപ്രീം കോടതി വരെ പോയ കേസുകളുണ്ട്. അപ്പൊ സ്പോർട്സുകാരെ എടുക്കുമ്പോൾ അവർ പ്രത്യേക ഒരു കണ്ടീജന്റ് ആയിട്ട് മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അത് പണ്ട് മുതലേ എന്നെ പോലുള്ളവർ അത് പറയുമായിരുന്നു. അതിന്റെ കാരണം സീനിയോറിറ്റി പ്രശ്നം തന്നെയാണ്. അവർക്ക് എത്ര പേരെയും സ്പോർട്സുകാരെ പോലീസിൽ എടുത്തോളൂ, ആംഡ് പോലീസിൽ, അതൊരു പ്രത്യേക കണ്ടീജന്റ് ആയിട്ട് തന്നെ മാറ്റി അവരുടെ സീനിയോറിറ്റി ആ ലെവലിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് നല്ലത്. അവർക്കും നല്ലതാണ്, അതേസമയത്ത് നോർമലായിട്ട് സർവീസിൽ പ്രവേശിക്കുന്നവർക്കും നല്ലതാണ്. ഗവൺമെന്റ് ആ കാര്യത്തിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. കാരണം കുറച്ചധികം ആൾക്കാർ ഇപ്പം സ്പോർട്സ് കോട്ടയിൽ കേരള പോലീസിൽ വന്നിട്ടുണ്ട്. അത് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ എടുത്ത് അവർ ഇപ്പം അവിൽദാരായിട്ടും സിവിൽ പോലീസായിട്ടും എടുത്ത് പലരും ഇൻസ്പെക്ടർ റാങ്കിലും അസിസ്റ്റന്റ് കമാൻഡന്റ് റാങ്കിലും ഒക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർക്കൊരു പ്രത്യേക കണ്ടിജന്റ് ഉണ്ടാക്കിയാൽ, പ്രത്യേക ഒരു ആംഡ് പോലീസ് യൂണിറ്റ് ഉണ്ടാക്കിയാൽ KAP പോലെ MSP പോലെയോ SAP പോലെയോ ഒരു യൂണിറ്റ് ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പോലീസിൽ ഇരിക്കുമ്പം അത് നാഷണലിലെ സ്വിമ്മിങ്ങിനും മറ്റും പോകുമ്പോൾ ഞാനും അന്നത്തെ DIG ആയിരുന്ന ഗോപിനാഥ സാറും ഞങ്ങള് കുറെ ആൾക്കാരെ സ്പോർട്സിൽ അന്ന് റിക്രൂട്ട് ചെയ്തിരുന്നു. അന്ന് ഞങ്ങൾ മെറിറ്റുള്ളവരെ അവരെ മെറിറ്റെല്ലാം നോക്കി രണ്ടുപേരും അത് ഒപ്പിട്ട് ഗവൺമെന്റിൽ കൊടുത്ത് DGP അതിന്റെ സാങ്ഷൻ വാങ്ങിച്ച് അവരെ പലരെയും കേരള പോലീസ് റിക്രൂട്ട് ചെയ്തിട്ട് പലരും റിട്ടയർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പലരും ആൾക്കാരും ഇന്ന് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമാൻഡന്റിന്റെ റാങ്കിലും ഡെപ്യൂട്ടി കമാൻഡന്റ് റാങ്കിലും ഒക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ സ്പോർട്സുകാർക്ക് അർഹതയുള്ളവരെ പോലീസിൽ എടുക്കുന്നതും മറ്റു ഡിപ്പാർട്ട്മെന്റിൽ എടുക്കുന്നതും നല്ലതാണ്. പോലീസിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ കേരള പോലീസിന്റെ സ്പോർട്സിന്റെ മാനേജറായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്നേരം അതിന്റെ ചുമതല വഹിച്ച ഉദ്യോഗസ്ഥൻ DIG ഗോപിനാഥൻ എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. പിന്നീട് അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ സ്വന്തം തോക്കുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതിന്റെ കാരണം ഇന്നും അജ്ഞാതമാണ്, അന്നും അജ്ഞാതമാണ്. എന്താണോ അദ്ദേഹത്തിന്റെ ദുഃഖം അല്ലെ പേഴ്സണലായിട്ട് ദുഃഖം എന്ന് നമുക്കറിയില്ല. അത് അദ്ദേഹത്തിന്റെ വൈഫിനെ തീർച്ചയായിട്ടും സർക്കാർ ജോലി കൊടുത്തു. അവര് ലോ ഇൻസ്ട്രക്ടർ ആയിരുന്നു. ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ ലോ ഇൻസ്ട്രക്ടർ ആയിരുന്ന സമയത്ത് ആ മാഡവും അവിടുത്തെ എൻ്റെ ഒപ്പം ലോ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്തിരുന്നു. എന്തായാലും കേരള പോലീസിലെ സ്പോർട്സുകാരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ തടസ്സമില്ല, തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ. ഈ സീനിയോറിറ്റി പ്രശ്നവും ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് പ്രത്യേക കണ്ടീഷൻ തന്നെ വേണം. പിന്നെ മെറിറ്റ് നോക്കി തന്നെ ആയിരിക്കണം അവരെ പോലീസിൽ റിക്രൂട്ട് ചെയ്യുന്നത്. അതിന് പ്രത്യേക ഒരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയിലെ എക്സ്പെർട്ട് ഉണ്ടാവും, പോലീസിലുള്ളവരുണ്ടാവും, PSCയിൽ ഒരു മെമ്പറൂടെ വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ കുറെ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ തീർച്ചയായിട്ടും പോലീസ് ഒരു വേദിയാകും എന്നാണ് ഞാൻ കരുതുന്നത്.